ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ജനലെല്ലാം തുറന്നിട്ട് ചെടികൾക്കൊക്കെ വെള്ളം കുടിച്ച് പിന്നെ മുട്ട പുഴുങ്ങാണ്ട് വെച്ച് കേട്ടോ. ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് അടുക്കളയിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. ഒന്നും ഇട്ടില്ല എങ്കിൽ ഞാൻ വീട്ടിൽ പോയതല്ലായിരുന്നു. ഇന്നലെ വന്നത് 2 ദിവസമായിട്ട് വീട്ടിലായിരുന്നേ. അപ്പോൾ അങ്ങനെ ഉപ്പുമാവിനുള്ളതെല്ലാം റെഡിയായി അതൊന്ന് ചെറു തീരെ അടച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ പതിവ് പോലെ എൻ്റെ ക്ലീനിങ്ങിലേക്ക് പോയി. മഴയൊക്കെ പെയ്ത് ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു മുൻവശത്ത്. അങ്ങനെ അത് ക്ലീനിങ്ങും എല്ലാം അടിച്ച് വാരി തൂത്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവനെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാമെന്നോർത്ത് രാവിലെ ഒത്തിരി സമയമൊന്നും ആയില്ല, 4:45 ആയതുള്ളൂ കേട്ടോ. അവനെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എല്ലാ മുറികൾ കൂടെയും തുണികൾ കിടക്കുമായിരുന്നു അലക്കാനുള്ളത്. അതെല്ലാം ഒന്ന് കൂട്ടി അലക്കാനൊക്കെ ഇട്ടു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ചേന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന്. ചേന പുതയും വെക്കും. നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? അങ്ങനെ ചേനയെല്ലാം കുക്കറിൻ്റെ അകത്താക്കി ഞങ്ങൾ കാപ്പിയെല്ലാം കുടിച്ചുകൊണ്ട് അപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നു. അങ്ങനെ ഞങ്ങളെല്ലാം 2 പേരും കൊണ്ട് ഞങ്ങൾ 3 പേരും കൊണ്ട് ചെറു കാപ്പിയൊക്കെ കുടിച്ചു വന്നത്തേന് ചേനയൊക്കെ റെഡിയായി. ചേനയ്ക്ക് അരപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനൊന്ന് കടുകൊക്കെ മൂപ്പിച്ച് ചേനയുടെ കാര്യങ്ങളൊക്കെ റെഡിയായി കേട്ടോ. അങ്ങനെ ചേന റെഡിയായി കഴിഞ്ഞപ്പോൾ കുമ്പളങ്ങ വെക്കാമെന്നോർത്ത് കുമ്പളങ്ങ മോരുകറി വെക്കാമെന്നോർത്ത് കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇഞ്ചിയും സബോളയും പച്ചമുളകും ഇട്ട് കുക്കറിൻ്റെ അകത്തേക്ക് മഞ്ഞളും ഇട്ട് ലേശം വെള്ളം ഒഴിച്ചങ്ങോട്ട് വെക്കും. അങ്ങനെ അപ്പോൾ പെട്ടെന്നാവുമല്ലോ. അങ്ങനെ മോരുകറിയും റെഡിയായി കഴിഞ്ഞപ്പോൾ റോയിച്ചും പറഞ്ഞു എന്നാൽ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങനെ ബീഫിനുള്ള സവോളയും തക്കാളിയൊക്കെ നേരത്തെ തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ വഴറ്റാൻ വെച്ചായിരുന്നു കുക്കറിൻ്റെ അകത്ത്. അപ്പോൾ ചെറു തീരെ വഴറ്റി വെക്കും. പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മല്ലിപ്പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റാൻ വെക്കും. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചപ്പോഴത്തേനും കുക്കറിൻ്റെ അകത്തേക്ക് ഇറച്ചിയിട്ട് റെഡിയാക്കി. പിന്നെ ഞങ്ങൾ വെർട്ടിക്കൽ ഗാർഡനകത്ത് നിൽക്കുന്ന ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വാടി നിൽക്കുമായിരുന്നത്. അങ്ങനെ ഞാനും അമ്മയും കൂടെ എല്ലാത്തിനും കൂടെ രാവിലെ എഴുന്നേറ്റ് വെള്ളം എല്ലാം ഒഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാപ്പി കുടിക്കാൻ റെഡിയായി കേട്ടോ. അങ്ങനെ കാപ്പി കുടിച്ചത്തെ വ്ളോഗും തീർന്നു. ടാറ്റ ബൈ ബൈ.